ഒരു കുഞ്ഞു പെൺകുട്ടിയെ ദേവതയായി ആരാധിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് നേപ്പാളാണ്. ആര്യധാര ശാക്യ എന്ന ഈ 2.5 വയസ്സുകാരിയാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിന്റെ പുതിയ കുമാരി അഥവാ ജീവിച്ചിരിക്കുന്ന ദൈവം. കാഠ്മണ്ഡുവിലെ നവാലിയ സമുദായത്തിലെ ശാക്യ കുലത്തിൽ നിന്നുമുള്ള 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് കുമാരിയായി തിരഞ്ഞെടുക്കുന്നത്. പാടുകളോ മുറിവുകളോ ഇല്ലാത്ത ആരോഗ്യപരമായ ശരീരം, പശുവിന്റേത് പോലുള്ള കൺപീലി, താമര ഇതൾ പോലുള്ള കണ്ണുകൾ എന്നിങ്ങനെ തുടരുന്ന 32 ലക്ഷണങ്ങൾ ഉള്ള കുട്ടികളെയാണ് കുമാരിയായി തിരഞ്ഞെടുക്കുന്നത്. ഇത് കൂടാതെ കുഞ്ഞിന്റെ ധൈര്യം പരിശോധിക്കുന്നതിനായി മൃഗബലി നടത്തിയ മുറിയിൽ രക്തത്തിനും ചിതറിയ മൃഗങ്ങളുടെ അവശിഷ്ടത്തിനുമരികെ ഒരു രാത്രി കുഞ്ഞിനെ ഒറ്റയ്ക്കിരുത്തുന്നു. കുഞ്ഞു കരയാതെ ഭയക്കാതെ ഇരുന്നാൽ ദേവി അവളിൽ കുടികൊള്ളുന്നുണ്ടെന്നാണ് വിശ്വാസം. കുമാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നീടവൾ മാതാപിതാക്കളിൽ നിന്നും അകന്ന് കുമാരിഘർ എന്ന ക്ഷേത്രത്തിലാണ് താമസിക്കുക. പിന്നീട് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ എന്നിവ നടക്കുമ്പോൾ മാത്രമായിരിക്കും കുമാരി പുറത്തേക്കിറങ്ങുന്നത്. മറ്റൊരു സവിശേഷത എന്തെന്നാൽ കുമാരിയുടെ കാലുകൾ ഒരിക്കൽ പോലും ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല. അതിനാൽ കുമാരിയെ എല്ലായ്പ്പോഴും സഹായികൾ എടുത്തുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. കുമാരിയുടെ ചിരി സ്വർഗ്ഗത്തിലേക്കുള്ള ക്ഷണം ആയാണ് നേപ്പാളുകാർ കാണുന്നത്. കുമാരി ആരെങ്കിലും നോക്കി ചിരിച്ചാൽ അവർക്കുടനെ മരണം സംഭവിക്കും എന്നാണ് വിശ്വാസം. പക്ഷേ ഒരു നാൾ അവൾ ഋതുമതിയായാൽ അവളിലെ ദൈവിക ശക്തി നഷ്ടപ്പെടുന്നു എന്നാണ് വിശ്വാസം. പിന്നീടുള്ള ജീവിതം തന്റെ കുടുംബത്തോടൊപ്പം ഒരു സാധാരണ പെൺകുട്ടിയായി അവൾ ജീവിക്കുന്നു. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ.